ഹലോ ഫ്രണ്ട്സ്, വെൽക്കംസ് ടു എവറിത്തിങ് ഹാപ്പൻസ് ചാനൽ. പുതുവത്സരത്തിൻ്റെ 2026 പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും നല്ലൊരു വർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. നിങ്ങളെ ഏവരെയും എവറിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വിഷയത്തെ പറ്റി നമുക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം വേറൊന്നുമല്ല, വെനിസ്വേലയിലെ പ്രസിഡൻറ്റ് നിക്കോളാസ് മഡുറോസിനെയും ഭാര്യയെയും അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ്, സ്പെഷ്യൽ ടെററിസ്റ്റ് ആക്ഷൻ ഫോഴ്സ് ഡെൽറ്റ ഫോഴ്സ് വെറും 30 മിനിറ്റും കൊണ്ട് രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിന്ന്, കാരക്കാസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി യുദ്ധക്കപ്പലിൽ കൊണ്ടുപോയി അമേരിക്കയിൽ ന്യൂയോർക്കിൽ തടവിലാക്കി. എന്നിട്ട് വിചാരണ ചെയ്യാൻ പോകുന്നു. നമ്മൾ ഏവരെയും ആശ്ചര്യഭരിതരാക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവവികാസമാണ് ഇത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെയും ഭാര്യയും വെറും 30 മിനിറ്റും കൊണ്ട്, അതായത് ചെറിയൊരു രാജ്യമൊന്നുമല്ല വെനിസ്വേല. ലോകത്തെ എണ്ണ ഉൽപ്പാദനത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്, ഒരു ആധുനിക രാജ്യമാണ്. വിസ്തൃതിയിലും നല്ലൊരു ഭയങ്കരമായ ഫോഴ്സുള്ള രാജ്യമാണ്. ആ രാജ്യത്തെ ഏറ്റവും വളരെയധികം സുരക്ഷ അകമ്പടിയോടുകൂടി സെക്യൂരിറ്റിയിൽ ജീവിച്ചിരുന്ന പ്രസിഡൻറ്റിനെയും ഭാര്യയെയും വെറും 30 മിനിറ്റും കൊണ്ട് തട്ടിക്കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ രാജ്യതലസ്ഥാനം, മിലിറ്ററി ആസ്ഥാനങ്ങൾ എല്ലാം ബോംബും ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് തട്ടിക്കൊണ്ടുപോയതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അന്താരാഷ്ട്ര മഫിയ ഗവൺമെൻറ്റുകൾക്കും സ്വാർത്ഥപരമായ ജനാധിപത്യമില്ലാതെ ഏകാധിപതികൾക്കും നേരെ എങ്ങനെയാണ് ഒരു മൈറ്റി ഫോഴ്സ്, അതായത് ശക്തരായ ഒരു രാജ്യം എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. വെറും 30 മിനിറ്റും കൊണ്ട് സുരക്ഷിതത്വത്തിൻ്റെ കവചത്തിൽ, ഭൂമിയിലുള്ള ഏറ്റവും കൂടിയ സുരക്ഷിതത്വങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും ഭാര്യയെയും വെറും 30 മിനിറ്റും കൊണ്ട് തട്ടിക്കൊണ്ടുപോയി വിചാരണ ചെയ്ത് അന്യരാജ്യത്ത് കൊണ്ടുപോയി, അല്ലെങ്കിൽ ശത്രുരാജ്യത്ത് കൊണ്ടുപോയി വിചാരണ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് വളരെ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് അപ്രത്യക്ഷമാണ്. അമേരിക്കയുടെ ഈ ഡെൽറ്റ ഫോഴ്സ് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സ്പെഷ്യൽ കാറ്റഗറി ഫോഴ്സ് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഉദാഹരണം, ബിൻ ലാദനെ തട്ടിക്കൊണ്ടുപോയി ഇതും, പാകിസ്ഥാനിൽ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യപ്പെടുത്തിയതും, അതേപോലെ തന്നെ വേറെ ഉള്ള രാജ്യങ്ങളിലെ ആക്രമണങ്ങളിലുമൊക്കെ ഈ സ്പെഷ്യൽ ഡെൽറ്റ ഫോഴ്സ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സായത് ടെററിസ്റ്റ് ആക്രമണങ്ങളെ നേരിടുന്നതിനും പ്രസിഡൻറ്റിൻ്റെ സുരക്ഷയ്ക്കും അങ്ങനെ വളരെ അതീവ പ്രാധാന്യമുള്ള ഓപ്പറേഷൻസിന് വേണ്ടി വിനിയോഗിക്കുന്ന സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സാണ് ഈ ഡെൽറ്റ ഫോഴ്സ്. അതോടൊപ്പം തന്നെ ഈ വെനിസ്വേല പ്രസിഡൻറ്റിന് ഓൾറെഡി ഡൊണാൾഡ് ട്രംപ് വാർണിംഗ് കൊടുത്തു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് വാർണിംഗ് പറയുന്നത്, ഈ കാർട്ടൽ ഡി ലോസ് സോൾസ് എന്ന് പറയുന്ന മയക്കുമരുന്ന് മഫിയ സംഘത്തിൻ്റെ തലവനാണ് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് നിക്കോളാസ് മഡുറോസ്. അത് വെനിസ്വേലൻ പ്രസിഡൻറ്റിനെ രക്ഷപ്പെടാനും വാർണിംഗ് ഓൾറെഡി കൊടുത്തിരുന്നു. പ്രസിഡൻറ്റ് ട്രംപ് രക്ഷപ്പെട്ടോളൂ, ഇല്ലെങ്കിൽ വളരെ ശക്തമായി ആക്രമിക്കപ്പെടും. ലക്ഷക്കണക്കിന് വെനിസ്വേലക്കാരെയാണ് അമേരിക്കയിലേക്ക് കുറ്റവാളികളെയും ജയിലിൽ നിന്ന് തുറന്നുവിട്ട് അമേരിക്കയിലേക്ക് ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്ന നാടുകടത്തണമെന്നൊക്കെയാണ് ട്രംപ് ആരോപിച്ചത്. എന്തൊക്കെയാണെങ്കിലും അമേരിക്കയിലെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ വർഷം തോറും ഡ്രഗ് അബ്യൂസിലും അല്ലാതെയുള്ള കുറ്റകൃത്യങ്ങളിലും പെട്ട് മരണപ്പെടുന്നുണ്ട്. ഫിലാഡൽഫിയ, ന്യൂയോർക്ക്, വാഷിങ്ടൺ തുടങ്ങിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാം ധാരാളം ഒരു ഡ്രഗിൻ്റെ, മയക്കുമരുന്നിൻ്റെ നേരാളിപ്പിടുത്തം അതിഭയങ്കരമാണ്. ഇതിൽ നിന്ന് മോചനം നേടാനുള്ള, അമേരിക്കൻ ജനതയെ രക്ഷിക്കാനുള്ള ഒരു ചാവേർ ആക്രമണമായിട്ടാണ്
പ്രസിഡന്റ് ട്രംപ് ഇതിനെ വിശദീകരിക്കുന്നത്, ഈ ആക്രമണത്തെ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് 2024 ഇദ്ദേഹം വീണ്ടും 3ാമത്തെ പ്രാവശ്യം പ്രസിഡൻ്റായത് അതിഭയങ്കരമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണെന്ന് യൂറോപ്യൻ യൂണിയനും മറ്റുള്ള രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ഗാങ്ങിനെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ അഴിമതിയും വളരെ എണ്ണ സംബന്ധമായ വെനിസുല, എണ്ണ ധാരാളമുള്ള രാജ്യം വളരെ പട്ടിണിയിലാണ്. ഡ്രഗ് മഫിയായും മറ്റുള്ള കറപ്ഷൻസും വളരെയധികം പിടിമുറുക്കിക്കുന്ന ആളുകൾ നാടുവിടുന്നു. അങ്ങനെ ഒരു ഭരണപരാജയത്തിൻ്റെ അധികാര ദുരുപയോഗത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ വെനിസുലയെ പോലുള്ള രാജ്യങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ട്രംപ് നടത്തിയത്. ട്രംപ് ഓൾറെഡി വാൺ ചെയ്തു. അതിഭയങ്കരമായ ശക്തമായ US സൈനിക സാന്നിധ്യം ഈ വെനിസുലൻ രാജ്യത്തിൻ്റെ ചുറ്റും, അറ്റ്ലാന്റിക്കിലും മറ്റുള്ള രാജ്യത്തിന് ചുറ്റും അവർ നടത്തിയിരുന്നു. വാണിംഗും ചെയ്തു. ഡ്രഗിനെ മഫിയനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ജനാധിപത്യം കശാപ്പിക്കപ്പെടുന്നു, ഏകാധിപത്യം വാഴുന്നു എന്നൊക്കെയുള്ളതായ ആരോപണങ്ങൾ ആണ് ട്രംപ് വെനിസുലൻ പ്രസിഡൻറ്റിനെ നേരെ, നിക്കോളാസ് മഡുറോസിന് നേരെ പ്രയോഗിച്ചത്. ഇത് വെറും 30 മിനിറ്റ് ഓപ്പറേഷൻ മോർണിംഗ് 2 മണിക്ക് ബോംബിംഗ് ആക്രമണവും നടത്തിയ ഡീപ് ഫോഴ്സ് അവ ക്യാപ്ചർ ചെയ്ത് നിക്കോളാസ് മഡുറോസിനെ കൊണ്ട്, വെനിസുലൻ പ്രസിഡന്റിനെയും കൊണ്ട് കപ്പലിൽ അവർ ബന്ദിയാക്കി കൊണ്ടുപോയി. അമേരിക്കയിലെ പോലെയുള്ള കാര്യങ്ങളിൽ ലോക പോലീസായി ചമഞ്ഞുകൊണ്ട് അമേരിക്ക കരുതുന്നത് അമേരിക്കൻ കോണ്ടിനെൻ്റ് അമേരിക്കയുടെ കീഴിലാണ്, അവരുടെ ചുറ്റുപാടുമുള്ള. ഇതിനു മുമ്പ് പനാമയിൽ ഇതേപോലെ ഒരു ഓപ്പറേഷൻ നടത്തി അമേരിക്കൻ സോൾജിയേഴ്സും പനാമൻ സോൾജിയേഴ്സും കൊല്ലപ്പെട്ടു, ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു. 1964 വിയറ്റ്നാമിൽ അമേരിക്ക ഇതേപോലെ അതിഭയങ്കരമായ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആക്രമണം നടത്തി. പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു. വിയറ്റ്നാം പ്രസിഡന്റ് ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കൻ പടയെ തോപ്പിച്ചു, ഓടിച്ചു. 2 ലോകമഹായുദ്ധങ്ങളിൽ കാണുന്നതിൽ കൂടുതൽ ബോംബിംഗ് ചെയ്ത് വിയറ്റ്നാമിനെ തകർത്ത് തരിപ്പണമാക്കി. ഒരു യുദ്ധത്തിൻ്റെ ഭീകരത ഏറെക്കൊണ്ട് അമേരിക്കക്കാർ തന്നെ എതിരായി. അവസാനം അമേരിക്ക 1975 അവിടെ നിന്ന് തോറ്റ് പിന്മാറി. അമേരിക്കയുടെ എക്കോണമി തകർന്നു, ധാരാളം സൈനികർ കൊല്ലപ്പെട്ടു, വിയറ്റ്നാമീസ് കൊല്ലപ്പെട്ടു, തോറ്റ് തുന്നമ്പാടി പിന്മാറി. അതേപോലെ അമേരിക്ക ഇതേപോലെ ഇടപെട്ടിരിക്കുന്നത് കാര്യങ്ങൾ നമുക്കറിയാം. ക്യൂബയിൽ 1961 മുതൽ 1959 വിപ്ലവത്തിൽ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനെ തകർക്കാനെന്നും പറഞ്ഞ് 1961 പിഗ്സ് ഉൾക്കടലിൽ ക്യൂബക്കാർ അമേരിക്കക്കാരെ തോപ്പിച്ചോടിച്ചു, പരാജയപ്പെട്ടു, ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇപ്പോഴും ക്യൂബയുമായിട്ട് ഉപരോധവും. ക്യൂബയിനെ അമേരിക്കയുടെ ഇംഗിതത്തിന്, അമേരിക്കയുടെ തൊട്ട് അയൽവക്കത്ത് കിടക്കുന്ന അമേരിക്കയുടെ ഇംഗിതത്തിന് വഴിപ്പെടാതെ പിടിച്ച് നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരായിട്ട് അവർ ഇടപെട്ട് അവിടെ തോറ്റുപോയിട്ടുണ്ട്. പല അധികം ഗവൺമെൻറ്റുകളെയും അട്ടിമറിക്കുന്നതിന് അമേരിക്ക മൈറ്റി ഫോഴ്സിന് സഹായിച്ചിട്ടുണ്ട്. ഇറാനിൽ 1980 ഇടപെട്ടു, സദാം ഹുസൈനെ ഹെൽപ്പ് ചെയ്തു. അവസാനം സദാം ഹുസൈനും തകർക്കപ്പെട്ടു. 1986 വരെ യുദ്ധം ചെയ്തു. ഇറാൻ്റെ പ്ലെയിൻ വെടിവെച്ചിട്ട് 290 പാസഞ്ചേഴ്സ് ദയനീയമായി ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. 2001 അഫ്ഗാനിൽ ഇതേപോലെ അധിനിവേശം നടത്തി. 2001 മുതൽ നടത്തി 1 ലക്ഷത്തോളം അമേരിക്കൻ പട്ടാളക്കാരെ അവിടെ വിന്യസിച്ചു. ഇതിനെല്ലാം ശേഷം അമേരിക്ക 2021 അവിടെ നിന്ന് പിൻവാങ്ങി. ഇങ്ങനെ അധിനിവേശം അമേരിക്കയുടെ ഒരു സ്വഭാവമാണ്. അതിൽ നല്ല വശമുണ്ട്, ചീത്ത വശവുമുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, ഏകാധിപത്യ വർണ്ണങ്ങൾ തകർക്കണം എന്നുള്ള അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ എക്കാലത്തെയും ഉള്ള നയങ്ങളാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത്. എന്താണേലും ലോകത്തെ പിടിമുറുക്കിയിരിക്കുന്ന ഡ്രഗ് മഫിയ, ഈ ഡ്രഗ് മഫിയ ഇപ്പോൾ നമ്മുടെ കേരളത്തെയും പിടിമുറുക്കിയിരിക്കുകയാണ്. അതിന് ചില ഭരണസിരാ കേന്ദ്രങ്ങളും പോലീസും ഒക്കെ ഒത്താശ ചെയ്യുന്നുണ്ടെന്നൊക്കെ പത്രങ്ങളിലും മറ്റുള്ള ന്യൂസ് പേപ്പറുകളിലും നമ്മൾ വായിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈം സിൻഡിക്കേറ്റാണ് ഈ ഡ്രഗ് മഫിയ. ബ്ലാക്ക് മണിയും കൊള്ളയും കൊലപാതകവും മയക്കുമരുന്നും അങ്ങനെ അതോടൊപ്പം തന്നെ
തലമുറ ഏറ്റവും അധികം നാശത്തിലേക്ക് കടക്കുന്നതായ ഒരു ലോക ദുരന്തമാണ് ഈ മയക്ക് മരുന്ന് മാഫിയ. ഇതിൻ്റെ കരാളഹസ്തങ്ങൾ വളരെ വലുതാണ്. ഒരു തരത്തിലല്ല, ഇത് വലിയൊരു ഇൻ്റർനാഷണൽ ബിസിനസ്, അതുപോലെ ലോക മയക്കുമരുന്ന് കേന്ദ്രങ്ങളാണ് പല ലോകരാജ്യങ്ങളും പല രാജ്യങ്ങളെയും ഭരിക്കുന്നത്. പല രാജ്യങ്ങളും ഭരിക്കപ്പെടുന്നത് തന്നെ ഈ മാഫിയയുടെ പണങ്ങൾ കൊണ്ടാണ്. CIA മറ്റുള്ള ഇതൊന്നും അതിലും മോശമല്ല. അത് പക്ഷേ അതിൻ്റെ തിക്താനുഭവങ്ങൾ അവർ തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക തന്നെ ഓൾറെഡി ട്രംപ് പറഞ്ഞു, വെനസ്വേലൻ പ്രസിഡൻറ്റിന് സമയം കൊടുത്തു, വളരെ അതിശക്തമായ ആക്രമണം നടക്കും, രക്ഷപ്പെട്ടോളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കും. ഞങ്ങളുടെ യുവതലമുറ, ഞങ്ങളുടെ ജനത മയക്കുമരുന്നിന് അടിമപ്പെട്ട് അമേരിക്കയെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൈം റേറ്റ് കൂടുന്നു. ക്രൈമായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും വന്ന് കള്ള മൈഗ്രേഷനിലൂടെ മെക്സിക്കൻ ബോർഡറിലൂടെയും ബോട്ടിലൂടെയും മറ്റേ ഫ്ലോറിഡയിലും ഒക്കെ വന്ന് അടിഞ്ഞുകൂടുന്നത്. ശക്തമായ ആക്ഷൻ എടുത്തേ പറ്റൂ എന്ന് ട്രംപ് ഓൾറെഡി പറഞ്ഞു. ലോകത്തിലെ മയക്കുമരുന്നിൻ്റെ കേന്ദ്രങ്ങളായ കൊളംബിയ, വെനിസുല, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, അതേപോലെ തന്നെ ഈ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടന്നു വരുന്നത് പല വഴികളിലൂടെയാണ്. മെക്സിക്കൻ ബോർഡറിലൂടെയാണ്. ബോർഡറിൽ വേലി കെട്ടി ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളെയും അതിൻ്റെ പരമാധികാരത്തെയും സംരക്ഷിക്കേണ്ടത് അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ചുമതലയാണ്. അപ്പോൾ റൂസ്വെൽറ്റ് പറഞ്ഞ മാതിരി ചെറിയ സംസാരവും വലിയ വടിയുമായിട്ട് എന്നുള്ളതിന് പകരം ട്രംപ് വലിയ സംസാരവും വലിയ വടിയുമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. ട്രംപ് ലോകസമാധാനത്തിനുള്ള ഒരു നോബൽ സമ്മാനം മേടിക്കാൻ നോക്കിയാൽ കിട്ടിയില്ല. അതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ട്രംപ് ഇത് ഒരു പാഠം നൽകുന്നത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു ദിശാസൂചകവും കൂടിയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനാധിപത്യവും അല്ലാണ്ട് ഡ്രഗ് മാഫിയയും കള്ളത്തരവും കൊള്ളയും കൊലപാതകവും നടത്തി അധോലോക പ്രവർത്തനം നടത്തി അധികാരങ്ങൾ പിടിച്ചെടുത്ത് ഒരു രാജ്യം ഉരുക്കുമുഷ്ടിയിൽ ഭരിക്കാമെന്ന് ആരും കരുതണ്ട. വളരെ നിമിഷങ്ങൾ കൊണ്ട് രാജ്യവും ഗവൺമെൻറ്റും സുരക്ഷയും ഒക്കെ അടിച്ചമർത്തി മറ്റുള്ള മൈറ്റി രാജ്യങ്ങളായ അമേരിക്ക, റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് കഴിയും എന്നുള്ള ഓപ്പറേഷനാണ് ഈ കാണിച്ചത്. കമാൻഡോ ഫോഴ്സിൻ്റെ ഓപ്പറേഷനാണ് കാണിച്ചത്. അതായത് ചാരഉഗ്രഹങ്ങളും നമ്മൾക്ക് മനുഷ്യർക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള അത്യാധുനിക ഉപകരണങ്ങൾ വെച്ച് എല്ലാം നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് സൈബർ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ഫോഴ്സും AI സാങ്കേതികവിദ്യയും എല്ലാ വിദ്യയും കൂടെ ഒരുമിപ്പിച്ച് അത്യാധുനികമായ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മനുഷ്യൻ്റെ ചിന്താശേഷിക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ഒരു ഇത്ര സുരക്ഷിതമായിട്ട് സ്പെഷ്യൽ ഇൻഫർമേഷൻ അനുസരിച്ച് അതിഭയങ്കരമായ സെക്യൂരിറ്റി സ്ഥലത്തായിരുന്നു വെനസ്വേലൻ പ്രസിഡൻറ്റും ഭാര്യയും താമസിച്ചിരുന്ന അവരുടെ കിടപ്പുമുറിയിൽ നിന്നാണ് തട്ടിക്കൊണ്ട് പോയത് എന്നാണ് വിവരം. ഇനി അമേരിക്കൻ നിയമമനുസരിച്ച് വിചാരണ ചെയ്യപ്പെടും. ഇനി തിരിച്ച് വെനസ്വേലൻ പ്രസിഡൻ്റ് ആകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഇത് ഭീകര രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയായിട്ട് ഇത് കണക്കാക്കാം. ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ വിദ്വേഷത്തിൻ്റെ കാലുഷ്യത്തിൻ്റെ ഇതിൽ കൂടെ നടത്തിച്ച് അധികാരങ്ങൾ വെട്ടിപ്പിടിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കൾക്കുള്ള ഒരു ഭീഷണി ആയിട്ട് ഇതിനെ കണക്കാക്കാം. എന്താണെങ്കിലും ട്രംപ് വലിയ വായും വലിയ വടിയും തന്നെ പുറത്തെടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. മറ്റുള്ള രാഷ്ട്രങ്ങൾക്കും ഇത് ബാധകമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മാനവികത, മനുഷ്യത്വം ഇതൊക്കെ വളർത്തി നല്ല രീതിയിൽ പോയെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു സന്ദേശം കൂടെ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ യുവതലമുറയും സഹോദരങ്ങളും ഡ്രഗ് മഫിയായികളും മറ്റുള്ള ഇതിനെതിരായി നമ്മൾ ജാഗരൂകരായിരിക്കുന്നതിൻ്റെ ആവശ്യകതയും ഈ മാതിരിയുള്ള സംഭവങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. ഇതുമാതിരി ലോകത്തെ ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്ന ഒരു ഏറ്റവും കലുഷിതമായ ഒരു ഇതാണ് ഈ ഡ്രഗ് മഫിയ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങളും കള്ളക്കടത്തുകളും മറ്റുള്ള ഉപകരണങ്ങളും മറ്റുള്ള മഫിയ പ്രവർത്തനങ്ങളും എല്ലാം ഈ ചേരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനാലാണ് ഇത്ര
ട്രംപ് ഈ അവസാന നാളുകളിൽ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നതാണ്. അമേരിക്കയെ കാർന്നു തിന്നുന്ന ഒരു അതിഭയങ്കര മാരക വിഷമാണ് ഈ ഡ്രഗ്. എസ്പെഷ്യലി സദേൺ സ്റ്റേറ്റുകളായ ഫ്ലോറിഡ, മയാമി. ഈ കാതികൻ തന്നെ, ഞാൻ തന്നെ വളരെ അധികം ഭയപ്പെട്ടു പോയിട്ടുണ്ട് ഒരിക്കൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ, മയാമിയിൽ നിന്ന്. വൈകുന്നേരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെക്സിക്കൻ ബോർഡറിൽ നിന്ന് മഫിയ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. കഫേകളും റോഡുകളുമെല്ലാം ഈ മയക്കുമരുന്നിൻ്റെ അതിൻ്റെ ഉപയോഗത്തിൻ്റെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് എന്തോ ഒരു ഭ്രാന്തമായ സമൂഹമായി മാറുന്നത് കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ഒരിക്കൽ അവിടുന്ന് ഈ ലേഖകന് തന്നെ അവിടുന്ന് രക്ഷപ്പെടേണ്ടതായിട്ട് വന്നു. ജീവൻ പേടിച്ചിട്ടാണ് രക്ഷപോയത്. ചിലപ്പോൾ വെറുതെ വെച്ച് കൊല്ലപ്പെടും. അതൊക്കെ അമേരിക്കയിൽ നിത്യസംഭവങ്ങളാണ്. എല്ലാം തോക്കും കൊണ്ട് നടന്ന് എപ്പോഴാണ് ആരെയാണ് എവിടെയാണ് കൊല്ലുന്നതെന്ന് പറയാൻ പറ്റിയില്ല. പോലീസ് വരെ പേടിച്ചാണ് കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു പടപ്പുറപ്പാടായിട്ടാണ് ട്രംപ് ഇതിനെ വിശദീകരിക്കുന്നത്. ഇതേപോലെ ഒരുപാട് രാജ്യങ്ങൾ, പാകിസ്ഥാൻ, കൊളംബിയ, ഈവൻ വെനിസുല, എല്ലാ രാജ്യങ്ങളും ഇതുപോലെയുള്ള, ഈവൻ ഇന്ത്യ, ഇവൻ നമ്മുടെ കേരളം തന്നെ, ഇന്ത്യയിൽ തന്നെ പല പല സംസ്ഥാനങ്ങളിലും കഞ്ചാവും മറ്റുള്ള അതിൻ്റെ ഉൽപ്പന്നങ്ങളും കൊക്കൈനും ഒക്കെ ധാരാളം ഉപയോഗിക്കുന്നു. പോലീസും മറ്റുള്ളവരും ഒക്കെ അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു, ബ്രൈബ് പറ്റുന്നു. അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും വെളിയിൽ വരുന്നില്ല. അപ്പോൾ ഈ മാതിരിയുള്ള ഇതിനെ ശക്തമായി നേരിടണമെന്ന് സുഹൃത്തുക്കളെ നമ്മൾ പ്രതിജ്ഞയെടുക്കണം. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും ശക്തമായിട്ട് തന്നെ നമ്മുടെ തലമുറയെ നശിപ്പിച്ച് കളയുന്നതായ ഈ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഏവരും പ്രയത്നിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മഫിയ സംഘങ്ങൾ തഴച്ചു വളർന്ന് രാജ്യങ്ങൾ തന്നെ കീഴടക്കുകയും അതോടൊപ്പം തന്നെ യുവതലമുറയെ നാശം മുഖവുമാക്കി നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ഐ ആം ക്യാപ്റ്റൻ ഗൺ മാസ്റ്റർ ഷാജി മാത്യു. താങ്ക് യു ഫ്രണ്ട്സ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. നമ്മുടെ ജനങ്ങളെ ബോധവൽപ്പിക്കുക. സത്യത്തിൻ്റെ മാർഗമാണ് വിദ്യാഭ്യാസം, സത്യാന്വേഷണമാണ് വിദ്യാഭ്യാസം. നല്ലൊരു തലമുറ ഉണ്ടാകട്ടെ ഈ നമ്മുടെ ലോകത്ത്. അതേപോലെ തന്നെ ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ ദൂഷ്യവശങ്ങളും കൂടിയാണ് ഈ കാണുന്നത്. ഇല്ലീഗൽ മൈഗ്രേഷനും മഫിയ സംഘങ്ങളുടെ മൈഗ്രേഷനും നല്ല നന്മയുള്ള രാജ്യങ്ങളിലേക്കും റിച്ചായ രാജ്യങ്ങളിലേക്കുമുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ ദുരന്തഫലവും കൂടിയാണ് ഇത്. ഭരണാധികാരികളും മറ്റുള്ള കുത്സിത പ്രവൃത്തികൾ കൊണ്ട് രാജ്യം പൂറായിട്ട് നല്ല രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടി പോകുന്ന കള്ളന്മാർക്കും കൂടെ ഉള്ള ഒരു സന്ദേശം കൂടെയാണ് ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങളിലൂടെ വെളിവാകുന്നത്. അതിനാൽ സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. താങ്ക് യു. ഔട്ട്.